എത്ര നാളായി വർക്കൗട്ട് മുടങ്ങിയിട്ട്? പോയത് പോട്ടെ, ഇനി റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? വന്നേ. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ വർക്കൗട്ട് മുടങ്ങിയത് നിങ്ങൾ ലേസി ആയതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ വീക്കല്ല, നിങ്ങൾ ഫെയിൽ ചെയ്തതുമല്ല. ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇഞ്ചുറി വന്നു, അസുഖം വന്നു, ഡെലിവറി ആയി, വർക്ക് പ്രഷർ കൂടി, ആരെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞു, ഇതൊക്കെ ആളുകളെ ഫിറ്റ്നസ്സിൽ നിന്നും അകറ്റും. ഇത് നിങ്ങളുടെ കുറ്റമല്ല, സാരമില്ല. പക്ഷെ റീസ്റ്റാർട്ട് നമുക്ക് പോസിബിളാണ്. ഇമോഷണലി അല്ല, സ്മാർട്ടായി റീസ്റ്റാർട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധയോടെ നോട്ട് ചെയ്യണം. ഒപ്പം വർക്കൗട്ട് മുടങ്ങിക്കിടക്കുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ. 1. ആദ്യം നിലവിലെ ഹെൽത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. ഇഞ്ചുറി, സർജറി, BP, ഡയബറ്റിസ്, തൈറോയിഡ്, ഹാർട്ട് ഇഷ്യൂസ്, ബ്രീത്തിങ് പ്രോബ്ലംസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പഴയ വർക്കൗട്ട് അതുപോലെ റിപ്പീറ്റ് ചെയ്യരുത്. ഡോക്ടറിനെ കണ്ട് ബേസിക് ടെസ്റ്റ് എല്ലാം നടത്തി മെഡിക്കൽ ക്ലിയറൻസ് വാങ്ങിയതിന് ശേഷം മാത്രമേ റീസ്റ്റാർട്ട് ചെയ്യാവൂ. 2. എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു എന്ന് വിശദമായി ആലോചിക്കണം. ആ സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ സെയിം ബ്രേക്ക് ആവർത്തിക്കും. അത് ഒഴിവാക്കാൻ ഇത്തവണ നമുക്കൊരു സേഫ് സ്പേസ് ഉണ്ടാക്കണം. ഒരു പോസിറ്റീവ് വർക്കൗട്ട് ബഡിയോ, ഒരു സപ്പോർട്ടീവ് ഫിറ്റ്നസ് ഗ്രൂപ്പോ, അല്ലെങ്കിൽ ഒരു ഹോം വർക്കൗട്ട് സ്പേസോ ഒക്കെ ഇതിന് സഹായിക്കും. ആങ്സൈറ്റിയും ഇമോഷണൽ സ്ട്രെസ്സും കൂടുതലാണെങ്കിൽ എന്തായാലും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ ചെന്ന് കാണണം. ഇതൊരു വീക്ക്നെസ് അല്ല, സെൽഫ് കെയർ ആണ്. 3. പഴയ ഗോൾ വേണ്ട. ഇന്നത്തെ ലൈഫിന് ഫിറ്റാകുന്ന രീതിയിൽ ഗോൾ മാറ്റിയെഴുതണം. ഈ ബ്രേക്കിനിടയിൽ ലൈഫിൽ പല കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. ഡെലിവറി കഴിഞ്ഞുള്ള റീസ്റ്റാർട്ടാണോ? ബേബി ഉറങ്ങുന്ന നേരം നോക്കി വർക്കൗട്ട് ചെയ്യണം. ബിസി ഷെഡ്യൂൾ ആണോ? 30 മിനിറ്റ് റിയലിസ്റ്റിക് ആണ്, പക്ഷേ 90 മിനിറ്റ് ആയിരിക്കില്ല. ഇങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് ഗോൾ റിയലിസ്റ്റിക് ആകണം. 4. ഇന്നത്തെ ഫിറ്റ്നസ് ലെവലിനെ റെസ്പെക്ട് ചെയ്യണം. ലോങ് ബ്രേക്കിന് ശേഷം സ്റ്റാമിന കുറഞ്ഞിട്ടുണ്ടാവും, സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ടാവും, ജോയിൻറ്റ് സ്റ്റിഫായിട്ടുണ്ടാവും. ഇതെല്ലാം നോർമലാണ്. പഴയ ഇൻറ്റൻസിറ്റി ആദ്യ ദിവസം ട്രൈ ചെയ്താൽ ഇഞ്ചുറി ഗ്യാരൻറ്റീഡാണ്. സിമ്പിളായി തുടങ്ങിയാൽ മതി. എന്നിട്ട് നമുക്ക് പതുക്കെ ഹെൽത്തിയായി പ്രോഗ്രസ് ചെയ്യാം. 5. ഫുഡ്, വാട്ടർ, സ്ലീപ്പ്. ഇത് 3ലും ഒരു എക്സ്ട്രാ ശ്രദ്ധ വേണം. വർക്കൗട്ട് ചെയ്ത് റിസൾട്ട് കാണണമെങ്കിൽ ന്യൂട്രീഷൻ കൂടി വേണം. എന്ന് വെച്ച് ഡേ 1ൽ തന്നെ എല്ലാം പെർഫെക്റ്റ് ആക്കാൻ നിൽക്കേണ്ട. ഒരു സമയം ഒരു ചെറിയ ഹാബിറ്റ് ചേഞ്ച്, പിന്നെ അടുത്തത്, അങ്ങനെ മതി. പിന്നെ നമ്മളിങ്ങനെ വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക് ഉണ്ടായതിൻ്റെ പനിഷ്മെൻ്റ് ഒന്നുമല്ല. ഇത് നമ്മളോട് കാണിക്കുന്ന സ്നേഹമാണ്. പഴയ ഞാനാകാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യം വേണ്ട. ഇന്നത്തെ ഞാൻ എടുക്കേണ്ട ആദ്യത്തെ സേഫ് സ്റ്റെപ്പ് ഏതാണ്? ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. അവിടുന്നാണ് റിയൽ കംബാക്ക് തുടങ്ങുന്നത്. ഒറ്റയ്ക്കല്ല, ഞാൻ ഫുൾ സപ്പോർട്ടുമായി കൂടെ തന്നെയുണ്ട്. ഓക്കെ.